ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മെക് സ്റ്റുഡിയോ. ത്രില്ലർ പോരാട്ടങ്ങൾക്ക് അങ്ങനെ ആദ്യ ദിവസം കർട്ടൻ വീണിരിക്കുകയാണ്. ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് 5 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൻ്റെ ആദ്യ ദിനം വളരെ ആവേശത്തോടെ പൂർത്തിയായിരിക്കുകയാണ്. ശരിക്കും കിടിലൻ പ്രകടനം തന്നെയായിരുന്നു എസ്പെഷ്യലി ഇന്ത്യൻ സ്പിൻ ബൗളേഴ്സിൻ്റെ ഭാഗത്ത് നിന്നടക്കം ഇന്നത്തെ ഡേ 1 ഉണ്ടായത്. ഇന്നത്തെ സ്കോർ കാർഡിലേക്ക് വരികയാണെങ്കിൽ അവസാനം ഇന്ത്യ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 23 ഓവറിൽ നിന്ന് 119 റൺസുമായി 123 റൺസ് മാത്രം പുറകിലാണ് ഇന്ത്യ ബാറ്റിംഗ് തുടരുകയാണ്. യശസ്വി ജയ്സ്വാളും ശുഭ്മൻ ഗില്ലുമാണ് നിലവിൽ ഇന്ത്യക്ക് വേണ്ടി ക്രീസിലുള്ളത്. നായകൻ രോഹിത് ശർമ്മ 24 റൺസ് എടുത്ത് പുറത്തായിരിക്കുകയാണ്. ജയ്സ്വാൾ 76 റൺസുമായും ഗിൽ 14 റൺസുമായാണ് നിലവിൽ ക്രീസിലുള്ളത്. ശരിക്കും ആവേശം വാനോളം ചൊരിഞ്ഞ പോരാട്ടം തന്നെയായിരുന്നു. രാവിലെ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇംഗ്ലണ്ട് നായകൻ ബെൻ സ്റ്റോക്സ് പാസ് ബോൾ ശൈലിയിൽ ഇംഗ്ലണ്ടിൻ്റെ വെടിക്കെട്ട് പ്രകടനം കാത്തിരുന്ന ഇംഗ്ലണ്ട് ആരാധകർ ശരിക്കും നിരാശ തന്നെയായിരുന്നു. തുടക്കം മുതൽ തന്നെ ഇന്ത്യയുടെ ഒരു ആധിപത്യം തന്നെയായിരുന്നു. കഴിഞ്ഞ 3 സെഷനുകളിലും ഇന്ത്യയുടെ സർവ്വാധിപത്യം തന്നെയായിരുന്നു ഇംഗ്ലണ്ട് ബാറ്റർമാർക്ക് മുകളിലേക്ക്. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ബെൻ സ്റ്റോക്സിൻ്റെ തീരുമാനം തുടക്കം മുതൽ തന്നെ തിരിച്ചടികൾ നേരിട്ടതായിരുന്നു. ഓപ്പണിങ്ങിൽ സാക് ക്രോളി, ബെൻ ഡക്കറ്റ് സംഘം ഇന്ത്യൻ പേസ് ബൗളേഴ്സായ ജസ്പ്രീത് ബുംറയ്ക്കെതിരെ മുഹമ്മദ് സിറാജിനെതിരെയും അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റ് വീശിയെങ്കിൽ എന്നാൽ ഇന്ത്യയുടെ സ്പിന്നർമാർ അശ്വിൻ, ജഡേജ, അക്സർ പട്ടേൽ എന്നീ ട്രയോ പന്ത് കൈകളിലെടുത്ത് തൊട്ട് ഇംഗ്ലണ്ടിൻ്റെ കഷ്ടകാലം തുടരുകയായിരുന്നു. ആദ്യ സെഷനിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 108 റൺസ് മാത്രമെടുത്ത ഇംഗ്ലണ്ട് പിന്നീട് അങ്ങോട്ട് തകർന്നടിയുകയായിരുന്നു. ഇംഗ്ലണ്ട് നിരയിൽ അത്യാവശ്യം ഒരു ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്ത അവരുടെ സ്വന്തം നായകൻ ബെൻ സ്റ്റോക്സ് ആണ്. 70 റൺസാണ് താരം. 88 പന്തുകൾ നേരിട്ട താരം 70 റൺസാണ് നേടിയത്. 6 4ഉം 3 6കളും അദ്ദേഹത്തിൻ്റെ ആ ഒരു അക്കൗണ്ടിലുണ്ട്. ഒപ്പം ജോണി ബെയർസ്റ്റോ, ജോ റൂട്ട്, സാക് ക്രോളി, ബെൻ ഡക്കറ്റ് തുടങ്ങിയവരെയും പ്രകടനം ഒട്ടും മോശമായിരുന്നില്ല. ഇനി ഇന്ത്യയുടെ ബൗളിങ്ങിലേക്ക് വരികയാണെങ്കിൽ 28 റൺസ് മാത്രമാണെങ്കിൽ 2 വിക്കറ്റ് നേടുത്ത ജസ്പ്രീത് ബുംറ, അതോടൊപ്പം തന്നെ 88 റൺസ് വഴങ്ങി 3 വിക്കറ്റ് നേടിയ രവീന്ദ്ര ജഡേജയും 68 റൺസ് വഴങ്ങി 3 വിക്കറ്റ് നേടിയ രവിചന്ദ്രൻ അശ്വിൻ്റെ ഒരു മികച്ച സ്പിൻ പ്രകടനം തന്നെയായിരുന്നു ഇംഗ്ലണ്ടിനെ വരിഞ്ഞു മുറുക്കിയത്. 33 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റ് നേടിയ അക്സർ പട്ടേലിൻ്റെ പ്രകടനം മികച്ചു നിന്നതായിരുന്നു. 64.3 ഓവറിൽ 246 റൺസിനായിരുന്നു ഇംഗ്ലണ്ട് ഓൾ ഔട്ടായത്. 246 റൺസിനായിരുന്നു ഡേ 1 ഇംഗ്ലണ്ട് ഓൾ ഔട്ടായിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ ബാറ്റിങ്ങിൽ നേരത്തെ പറഞ്ഞ പോലെ നിലവിൽ 123 റൺസ് മാത്രം പുറകിലാണ് ഇന്ത്യ. യശസ്വി ജയ്സ്വാളും ശുഭ്മൻ ഗില്ലുമാണ് ക്രീസിലുള്ളത് ഇന്ത്യക്ക് വേണ്ടി. 24 റൺസ് മാത്രം വഴങ്ങി 1 വിക്കറ്റ് നേടിയ ജാക്ക് ലീച്ച് ആണ് ഇംഗ്ലണ്ടിൻ്റെ നിരയിൽ ആ ഒരു രോഹിത് ശർമ്മയുടെ 1 വിക്കറ്റ് നേടിയിട്ടുള്ളത്. ജാക്ക് ലീച്ചിൻ്റെ ബൗളിങ്ങിൽ ബെൻ സ്റ്റോക്സിന് ക്യാച്ച് നൽകിയാണ് ഇന്ത്യൻ നായകൻ പടിയിറങ്ങിയിട്ടുള്ളത്. ആദ്യ ദിവസം വിക്കറ്റ് വീണത്. സോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നാളെ 2ാം ദിനം തുടങ്ങാനിരിക്കുക. ശരിക്കും 2ാം ദിനം സർപ്രൈസുകൾ വാനോളം ചേരുന്ന പോരാട്ടം തന്നെയായിരിക്കും. ഒരു പക്ഷേ ഇന്ത്യ നാളെ തന്നെ നാളത്തെ ആദ്യ സെഷന് മുന്നോടിയായി തന്നെ ഇംഗ്ലണ്ടിൻ്റെ ആ ഒരു 123 റൺസ് ലീഡും ഭേദിച്ചുകൊണ്ട് ഒരു മികച്ച പ്രകടനത്തിലേക്ക് ഇന്ത്യൻ ടീം എത്തട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മെക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.